ആയത്ത്. അതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പാടില്ല, തെളിവ് ശരിയല്ല, റസൂലോ സഹാബത്തോ അങ്ങനെ സഹായം ചോദിച്ചിട്ടില്ല എന്നാണ്. മുഖ്ബിലുൽ വാദഈ എന്ന് പറയുന്ന യമനിലെ ഒരു മുഹദ്ദിസും ജാമിയ ഇസ്ലാമിയയിൽ അധ്യാപകനും ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇപ്പൊ ഇവരെന്ത് ചെയ്തത് പ്രബന്ധമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെയും കൂടി ശിർക്കാരോപണം നടത്തുകയാണ് അനസ് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒപ്പിടാൻ നിർബന്ധിച്ചു, ഒപ്പിട്ടാൻ നിർത്തില്ല, അവസാനം ഞങ്ങള് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വിഷയം. ആ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്ത് നിർബന്ധിച്ചിട്ട് ഒരാള് ഒരു കുഫറിന്റെ വാക്ക് പറയിപ്പിച്ചാൽ പോലും കുറ്റല്ല, പിന്നെയാണ് ഇപ്പൊ ഈ ഒരു ഒപ്പിട്ടത് അല്ലേ? അതിനുവേണ്ടി ഞാനൊരു ആയത്ത് ഓതിയിരുന്നു, സൂറത്ത് നഹ്ലിലെ 106-ാമത്തെ ആയത്ത്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ നുക്രിയ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അല്ലാഹുവിൽ വിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം മടങ്ങിയിരിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയമായവനൊഴികെ അവൻ ഇതിൽ നിന്നൊഴിവാണ്. ഈ ആയത്ത് അപ്പൊ കണ്ടോ, സക്കരിയ സലാഹിയെ ഒപ്പിടാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ സലഫി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയോ, വാള് കാട്ടി ഭീഷണിപ്പെടുത്തിയോ? അതൊന്നുമില്ല. സംഘടന പിളരും, സംഘടനയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോവാണ്, പള്ളിയിലും മദ്രസയിലും അടി നടക്കും, രക്തം ചിന്തും, കോടതിയാകും, കേസാകും, അങ്ങനെ ഭീഷണിപ്പെടുത്തി. നിന്റെ ഒരൊറ്റ ഒപ്പിന്റെ പേരിൽ ഇതാ ഇവിടെ വീണ്ടും പിളർപ്പുണ്ടാകാൻ പോവാണ്, നീ ഒപ്പിടാതെ പുറത്തേക്ക് പോയാൽ പുറത്തേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്, നമ്മൾ രണ്ട് കക്ഷിയായി മാറും, എന്നിട്ടൊരു കൂട്ടർ അല്ലാഹുവല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി ഇവിടെ വരാൻ പോവുകയാണ്, അവരുടെ നേതാവ് നീ ആയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ജിന്നിനോട് മലക്കോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കും സംഘടന ഉപയോഗിച്ച് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ടില്ല. അപ്പൊ TP പറയാണ്, സക്കരിയ ഇത് ജായിസ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ലല്ലോ. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ചോദിച്ചാൽ ശിർക്കന്നെ, നമ്മളെല്ലാവരും ഒരുമിച്ച് അഭിപ്രായം. പിന്നെ അതിന്റെ കൈവിൽപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിലും അനുവദനീയ നിനക്ക് അഭിപ്രായമില്ലല്ലോ, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ വാതിൽ നടക്കേണ്ടതാണ്, ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല, വർജിക്കേണ്ടതാണെന്നല്ലേ നിന്റെ അഭിപ്രായം. പിന്നെന്താണ് എനിക്ക് ഒപ്പിടുന്നതിന്? ശിർക്കിലേക്കുള്ള വസീലാന്ന് നീയും സമ്മതിക്കുന്നില്ലേ, ഞങ്ങൾ ശിർക്കാന്നും പറയുന്നു, അപ്പൊ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ നമ്മള് മുൻഗാമികളായ പണ്ഡിതന്മാരൊന്നും പറയാത്ത നമുക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ ഒപ്പിട്ടു. ഒപ്പിട്ടെടുത്ത് എന്താ ഉള്ളത് അറിയോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് അതിന്റെ കൈവിൽപ്പെട്ട ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്, അതിൽ തെറ്റില്ല. അദൃശ്യ അഭൗതികമായ ജിന്നത് ഗായിബായ ജിന്ന്, ഹാദറായ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെന്താ ഒപ്പിട്ടെടുത്തതിൽ നിങ്ങൾ ഇങ്ങനെ വിഷമം പറയുന്നത്? അത് യാ ഇബാദുള്ളയിലുണ്ട്, യാ ഇബാദുള്ളയിൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ എനിക്കുള്ള വിഷമം. അതുപോലെ തന്നെ ലജ്നന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട് ഇവരെ ശിർക്ക് സ്ഥാപിക്കാൻ. യാ ഇബാദല്ലാഹി ഐനുനി എന്ന ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോന്ന്, അതിൽ ശിർക്കുണ്ടോന്ന് ചോദിച്ചപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ എന്താ? ഷെയ്ഖിനോട് അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മഹല്ലു നദരിൻ ഫീ സിഹ്ഹതിഹി, ഹദീസ് സഹീഹാണോ എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും ഗായിബായ ഒന്നിനോടുള്ള ദുആ അതിലില്ല, മയ്യത്തിനോടുള്ള ദുആയുമില്ല, ഹാദിറിനോടുള്ള സന്നിഹിതരായവരോടുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ലജ്നന്റെ ഫത്വ ഉണ്ടാവോ? ലജ്നത്ത് ദായിമ എന്ന് പറയുന്ന സൗദിയിലെ പണ്ഡിത സമിതിയുടെ അധ്യക്ഷനാണ് ഷെയ്ഖ് ഇബ്നു ബാസ്. അപ്പൊ ആ ഫത്വ തെറ്റിദ്ധരിപ്പിച്ചു, യാ ഇബാദത്തിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒപ്പിട്ടതിനെ സംബന്ധിച്ച് എനിക്കുള്ള വിഷമം. ഇപ്പൊ അവര് പറഞ്ഞെടുക്കണം എന്താണെന്നറിയോ? കണ്ടോ, ഒപ്പിട്ട് തരും, എന്നിട്ട് ഞാൻ ഒപ്പിട്ട് പോയി എന്ന് വിഷമിക്കുന്നു. ഒപ്പിട്ട് കൊടുത്ത വിഷയം ഏതാ? ജിന്നിനെ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അതിനെപ്പറ്റി ഒപ്പിട്ടിട്ടുണ്ടോ? അത് ആർക്കെങ്കിലും തർക്കമുണ്ടോ? നമുക്ക് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്, അതിൽ തർക്കമേ ഇല്ല. മാത്രല്ല, ഭൗതികമായ കാര്യമാകട്ടെ കൈവിൽപ്പെട്ട കാര്യമാകട്ടെ ഒരു ജിന്നിനോടും ചോദിക്കാൻ പാടില്ല, ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. അത് എല്ലാവരും മുൻകാലം മുതൽക്കേ പറഞ്ഞു വരുന്ന കാര്യമാണ്. എന്നാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിടണം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു, ശിർക്കാകുന്നതും ഹറാമാകുന്നതും ഉണ്ട്. എല്ലാം ഹറാം തന്നെ, പക്ഷെ ചിലത് ശിർക്കുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ജിന്നെ രക്ഷിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന സഹായതട്ടത്തെ കുറിച്ച് പൊതുവെ ചോദിച്ചാൽ ജിന്നെ രക്ഷിക്കണേ ജിന്നെ സഹായിക്കണേ എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പാടില്ല, ശിർക്കാണെന്ന് നമ്മൾ പറയും, ഒരു സംശയമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, അതാണ് ആ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വണ്ടി പോകുമ്പോ തടഞ്ഞു നിർത്തിയിട്ട് പൈസ ചോദിച്ചു, കൊടുത്തില്ല. എങ്കിൽ ഇറങ്ങടാ വണ്ടിയിൽ നിന്ന് പറഞ്ഞു, അയ്യപ്പ ശരണെന്ന് വിളിക്കണോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത് വെച്ചിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം.
ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചു വിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചു വിട്ടൂടാ. കേട്ടോ? അപ്പൊ എല്ലാ സഹായത്തോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ടം ശിർക്കാന്തിൽ വന്നിടോ? വൈരുദ്ധ്യാണ്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞോ, ഇവിടെ ഇറങ്ങിയാൽ ഇതാ സംഘടന വളരാൻ പോവാണ്, അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോൻ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന 2 കഷ്ണമാകാൻ പോവാണ്. സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണ് ഓർക്കുന്നത്, അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ചിത്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്നണ്ട് ഒപ്പിട്ടൂടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞില്ല, ഇല്ലാമന്നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടി വിളിക്കട അയ്യപ്പ ശരണം വിളിക്കട. വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവൂലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ്, നീ നിർബന്ധിച്ചു ഒപ്പിടിച്ചാന്ന് പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു. ഞാൻ ടി.പി പറഞ്ഞത് പ്രശ്നം ഇവിടെ തീരും സക്കരിയ. നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ നമ്മക്കടി 2 അഭിപ്രായം ഉണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ 2 അഭിപ്രായം ഉണ്ടാണ്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്റെ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതാലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാന് ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് വാങ്ങി ജാമീന്ന് പ്രചരണം, ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരി ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫീൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്? കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ ഈച്ചയുടെ ഹദീസ് ഉണ്ട് അത്രേ. എന്താ ഈച്ചയുടെ ഹദീസ്? ഒരു സ്ഥലത്തു കൂടി ഇങ്ങനെ ഒരു ബിംബം ഉണ്ടായിരുന്നു. ആ ബിംബത്തിന്റെ അടുത്ത് കുറെ ആള് വചനം ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലെ കടന്നു പോകുന്ന എല്ലാവരോടും ആ ബിംബത്തിന് എന്തെങ്കിലും ഒന്ന് ബലി കൊടുക്കാതെ കടത്തിവിടൂല. അവ 2 ആള് വന്നു, ഒരാള് ഒന്നും ബലി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ ഒരു ഈച്ചയെങ്കിലും ബലി കൊടുക്കണം എന്നാണ്. അങ്ങനെ ഒരു ഈച്ചയെ ബലി കൊടുത്തു. മറ്റേ ആൾ കൊടുത്തില്ല. അതിന്റെ പേരിൽ അയാളെ കൊന്നു. അയാൾ സ്വർഗത്തിൽ പോയി, ബലി കൊടുത്തവൻ നരകത്തിലുമായി. ഇത് ദുർബലമായ റിപ്പോർട്ടാണ്. ഇനി ദുർബലമാണെങ്കിലും അതിന്റെ ആശയം ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ശരിയായ ശിർക്കിന്റെ പ്രവൃത്തി തന്നെ അവിടെ ചെയ്തില്ലേ? ഒരു ബിംബത്തിന് ഒരു അറിവ് നടത്തി കൊടുത്തില്ലേ? ഇവിടെ എന്തേ ഉള്ളൂ? കുഫറിന്റെ വാക്ക് പറയുക മാത്രം, മനസ്സിലില്ല. ഇപ്പോ സന്തോഷാധിക്യം കൊണ്ട് കുഫറിന്റെ വാക്ക് വന്നില്ലേ? ഒരാളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടു, എവിടെ? മരുഭൂമിയിൽ. അങ്ങനെ അയാൾ വല്ലാതെ വിഷമിച്ചു. അയാളിങ്ങനെ കിടന്നു ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ വാഹനമൃഗം മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അയാൾ പറയും, എന്ത്? അല്ലാഹുമ്മ അന്ത അബ്ദി വഅന റബ്ബുക, പടച്ചവനെ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബും ആണ്. നേരെ തിരിച്ചാ പറയേണ്ടത്. കുഫറല്ലേ പറഞ്ഞത്? പക്ഷെ അയാളെ മനസ്സിലുണ്ടോ? അങ്ങനെ ഇല്ല. സന്തോഷാധിക്കൊണ്ട് പറന്നു പോയതാ. അപ്പൊ അങ്ങനത്തെ കുഫറിന്റെ വാക്ക് ചിലപ്പോൾ സന്തോഷാധിക്കൊണ്ട് പറഞ്ഞാലും നിർബന്ധിതാവസ്ഥയിൽ നിർബന്ധിച്ചു പറയിപ്പിച്ചാലും മനസ്സിലില്ലെങ്കിൽ കുറ്റമില്ല. അമാനി മൗലവി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കേട്ടോളൂ. അമ്മാർ ഇബ്നു യാസിർ അള്ളാന്റെ വിഷയത്തിലാണ് ഈ വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം. ശത്രുക്കളുടെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹ്യമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത് രക്ഷപ്പെട്ടു. കണ്ടോ? ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അക്രമം ഭയന്നിട്ട് പറഞ്ഞു. എന്നിട്ടോ വളരെ വ്യസനത്തോടു കൂടി ആ വിവരം അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ തന്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. നീ എന്തായിരുന്നു എന്റെ മനസ്സിൽ അപ്പോഴത്തെ അവസ്ഥ? തന്റെ മനസ്സ് ഈമാൻ, സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെ പറ്റിയാണ് ഈ ഭാഗം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം.
അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിന്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനാ പറഞ്ഞത്. ഇനി ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതു ഭിന്നാഭിപ്രായമില്ലതാനും. നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. അപ്പൊ സംഘടന പിളർന്നോട്ടെ എന്ന് വെക്കണം, ഒപ്പിടരുത് എന്ന് ഞാൻ ചിന്തിച്ചില്ല. സംഘടന പിളരുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ ഭീകരമാണ്. അത്രയും പ്രയാസങ്ങളുണ്ട്. ബാപ്പിയും മക്കളും തമ്മിൽ പ്രശ്നം, ഏട്ടനിയൻ തമ്മിൽ പ്രശ്നം, ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നം, ആകെ പ്രശ്നമായിരിക്കും. അപ്പൊ അത് എൻ്റെ ഒരു ഒപ്പ് കൊണ്ട് അത് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകണ്ടല്ലോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കല്ല് വെച്ചിട്ടും അഹദ് അഹദ് എന്നല്ലേ പറഞ്ഞ് സക്കരിയ സലായിക്ക് ആ മാർഗം സ്വീകരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈമാൻ കുറവാന്ന് വിചാരിച്ചോളി, 2 ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു ഓപ്ഷൻ ഞാൻ എടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞ വിഷയത്തെ കോട്ടി മാറ്റിയിട്ട് എന്താക്കി കണ്ടോ, അയ്യപ്പ ശരണം എന്ന് വിളിച്ചാൽ ശിർക്കല്ല, എവിടെ എത്തിപ്പോ. സുബ്ഹാനല്ലാഹ്. അനസ് മൗലവി പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, നമ്മളൊക്കെ വാക്കുകൾ അവിടെ വരും, അത് പ്രത്യേകം നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുപോലെ റഖീബ് അതീദ് ഹാളിറല്ലേ, അവരോട് ചോദിക്കാൻ പറ്റുമെന്ന് ജബ്ബാർ മൗലിക്ക് ഒരാൾ ഫോൺ ചെയ്തു. അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, അവർ നമ്മളെ സഹായിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അള്ളാഹു പറഞ്ഞെന്തോ അത് ചെയ്യാനല്ലേ അവർക്ക് കഴിയുള്ളൂ. അങ്ങനെയുള്ള മലക്കുകളെ സംബന്ധിച്ച് അവരോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ മലക്കുകളെ കളിയാക്കലല്ലേ, പരിഹസിക്കലല്ലേ. അപ്പൊ മലക്കുകളെ കുറിച്ച് ഇങ്ങനെയുള്ള അഖീദ ഉള്ള ഒരാള് മലക്കേ നീ അങ്ങനെ ചെയ്യണം, മലക്കേ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കുഫ്രിയത്തിലേക്ക് പോകുന്ന വർത്തമാനമല്ലേ എന്ന് ഞാൻ മഞ്ചേരി പറഞ്ഞു. അതെടുത്തിട്ട് കണ്ടോ, റക്കബത്ത് ഇതിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ 3 ക്ലിപ്പ് കൊണ്ടാ ജീവിക്കണത്. മഞ്ചേരിന്ന് ഒരു ക്ലിപ്പും കൊപ്രക്കാലത്തുനിന്ന് കൈപ്പമംഗലത്തുനിന്ന് 2 ക്ലിപ്പും. ഞാൻ ഇത് അല്ലാഹുവല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം, മലക്കളും ജിന്നുകളും സഹായം തേടാം എന്ന് പറഞ്ഞ ഒരൊറ്റ ക്ലിപ്പ് പോലും ഉദ്ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ ഇതൊക്കെ കോട്ടി മാറ്റി പറയുന്നത്. അപ്പൊ ചില ആൾ ചോദിക്കുക, പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞ അപ്പൊ ചോദിക്കും, അപ്പൊ മരുഭൂമിയില് മലക്കോ ജിന്നോ വിചാരിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് പറഞ്ഞ ശിർക്കാവില്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ മരുഭൂമി ശിർക്കാകാത്ത എങ്ങനെ പുഴക്കരയിൽ ശിർക്കായി? അടുത്ത ചോദ്യം വരും. അപ്പൊ ഞാൻ പറയും മരുഭൂമിയിലും ശിർക്ക് തന്നെയാണ്. അപ്പൊ മരുഭൂമിയിൽ വെച്ച് യാ ഇബാദല്ലാഹ് വിളിച്ച ഇമാം അഹമ്മദ് ഇപ്പൊ മുശ്രിക്കായോ? അപ്പൊ ഞാൻ ഇമാം അഹമ്മദ് മുശ്രിക്കാരേണ്ടി വരും. അങ്ങനെ പോകും, അതെനിക്കറിയാം. അപ്പൊ യാ ഇബാദല്ലാഹ് തന്നെ ഇവിടെ വിഷയം, അവിടേക്ക് ചോദ്യം എത്തും. അവരൊക്കെ ചെയ്ത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നിങ്ങളല്ലേ 2012 ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങളെ ദീന് മാറിയോ? അടുത്ത ചോദ്യം. ഇതൊക്കെ തുടരെ ചോദ്യങ്ങൾ വരുന്നുള്ളത് കൊണ്ടാണ് അത് ശിർക്കും തീർത്ത് പറയാൻ പറ്റൂല. അത് പാടില്ല, ഹറാമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. പുഴയിൽ വേണം നമ്മൾ യാ അല്ലാ എന്നാ വിളിക്കേണ്ടത്, യാ റബ്ബേ എന്നാ വിളിക്കേണ്ടത്. കരയിൽ ഒരു ജിന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ പാടില്ല, നബി പഠിപ്പിച്ചിട്ടില്ല, ഹറാമാണ്. കണ്ടോ, ഇതുപോലും സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നത്.